ടക്കെന്ന് വലിച്ചങ്ങെടുത്ത് അങ്ങ് കൊണ്ടുപോകാൻ പറ്റുന്ന വാതിലാണ്. അതായത് ഹാങ് ചെയ്യണ രീതിയിലാണ്, അതുകൊണ്ട് അത് എടുക്കുന്നു, അത് അളവെടുക്കുന്നു, തിരിച്ചു വെക്കുന്നു, അങ്ങനെയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ശരിക്കും പറഞ്ഞാൽ ആ 16-ാമത്തെ പേജ് മുതൽ ആ ഉത്തരവ് വായിച്ചു നോക്കിയാൽ ഞെട്ടുന്ന കാര്യങ്ങളുണ്ട്, ഒപ്പം ചിരി വരുന്ന കാര്യങ്ങൾ പോലുമുണ്ട്. ഇങ്ങനെയൊക്കെ വളരെ ലാഘവത്തോടെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്. ഇത് 3 തവണ എങ്ങാണ്ടോ ഈ വാതിലുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നു, കാർപ്പൻറ്ററുമായിട്ട് വന്നു. ഇത് ആദ്യം അളവെടുത്തിട്ട് പിന്നെ തേക്ക് തടി വാങ്ങി ബാംഗ്ലൂരിൽ കൊണ്ടുപോയി വാതിലുണ്ടാക്കുന്നു. എന്നിട്ട് ആ വാതിൽ തിരിച്ച് സന്നിധാനത്ത് കൊണ്ടുവരുന്നു, അത് ഫിറ്റ് ചെയ്യുന്നത് നോക്കുന്നു, ശരിയാണോ, അളവ് ശരിയാണോ നോക്കുന്നു. പിന്നെ ഹൈദരാബാദിൽ കൊണ്ടുപോകുന്നു, ഹൈദരാബാദിൽ പോയി അത് ചെമ്പ് തകിട് പൂശുന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ച് സന്നിധാനത്ത് കൊണ്ടുവരുന്നു, അളവ് കറക്റ്റാണോ നോക്കുന്നു. പിന്നെ ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശുന്നു, 324 ഗ്രാം സ്വർണം പൂശുന്നു, തിരിച്ച് സന്നിധാനത്ത് കൊണ്ടുവരുന്നു. അത് സ്വർണം പൂശലെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് വീണ്ടും ദിവസങ്ങളെടുത്തു. മാർച്ച് 3-ന് സ്വർണം പൂശൽ പൂർത്തിയായി, 11-നാണ് സന്നിധാനത്ത് കൊണ്ടുവരുന്നത്. ആ സമയം നാട് നീളെ ഈ വാതിലുമായി നടന്ന് ആളുകളിൽ നിന്ന് പണം പിരിക്കുന്നു. അതിൽ ജയറാമും ഉണ്ടല്ലോ. പിന്നെ കോട്ടയത്തൊക്കെ ഏതൊക്കെയോ വീടുകളിൽ കൊണ്ടുവരുന്നു, പൂജ നടത്തുന്നു, പിന്നെ സന്നിധാനത്ത് എത്തിക്കുന്നു, അവിടെ ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ പഴയ വാതിൽ അഴിച്ചു മാറ്റുന്നു. ആ അഴിച്ചു മാറ്റിയ വാതിൽ എവിടെ? ആർക്കും ഉത്തരമില്ല. ശ്രീ മഞ്ജുഷ്, 3 കാര്യങ്ങൾ. ഏകദേശം 10-12 വർഷം മുമ്പ് ശബരിമലയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപ മുടക്കിയാണ് ഒരു വെബ്സൈറ്റ് തുടങ്ങിയത്. അപ്പം അന്ന് ഞാൻ സുധാകര സാറിനെയൊക്കെ വിളിച്ച് അദ്ദേഹമാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അതിനു മുമ്പ് ദേവസ്വം ബോർഡിനോട് പലവട്ടം പറഞ്ഞിരുന്നു നിങ്ങളൊരു വെബ്സൈറ്റ് തുടങ്ങണമെന്ന്. അപ്പോൾ നമ്മുടെ ഷാബുജി പറഞ്ഞത് കേട്ടപ്പോൾ പഴയ ദേവസ്വം ബോർഡിൻ്റെ മറുപടിയാണ് ഓർമ്മ വന്നത്. പുള്ളി ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ ആൾ എന്നോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അയ്യപ്പന് ഈ വെബ്സൈറ്റിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യപ്പന് ഈ വെബ്സൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ വരുന്ന ഭക്തർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അയ്യപ്പന് സ്വർണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് പാരമാർത്ഥിക തലത്തിൽ സത്യമാണ്, പക്ഷേ നമ്മൾ വ്യാവഹാരിക ലെവലിൽ ജീവിക്കുന്നതാണ്. അതായത് ശങ്കരാചാര്യസ്വാമികൾ പറയും 3 ലെവൽസ് ഓഫ് റിയാലിറ്റി ഉണ്ട്: പ്രാതിഭാസികം, വ്യാവഹാരികം, പാരമാർത്ഥികം. അതായത് അൾട്ടിമേറ്റ് ലെവലിൽ സ്വർണമോ അല്ലെങ്കിൽ രത്നമോ ഒന്നും യാതൊരു കാര്യവുമില്ല, പരബ്രഹ്മത്തിൽ നമ്മൾ ലയിക്കുന്നതാണ്. എന്നാൽ വ്യാവഹാരിക തലത്തിൽ മോട്ടിച്ചുകൊണ്ടുപോയ സ്വർണം ആര് തന്നാലും ഭക്തിയോടുകൂടി ഏകദേശം 1998-ൽ ഇന്ന് 20 കോടി രൂപയോളം വില വരുന്ന, അല്ലെങ്കിൽ 25 കോടി രൂപയോളം വില വരുന്ന രീതിയിൽ അന്ന് പ്രത്യേകിച്ച് കേസിലൊന്നും പെടാത്ത, പ്രത്യേകിച്ച് യാതൊരു മോശം ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത വിജയമല്യ എന്നൊരു ഭക്തൻ ഏകദേശം 1.9 കോടി രൂപ മുടക്കി 30 കിലോഗ്രാം ചെയ്തതാണ്. അദ്ദേഹത്തിന് പിന്നീട് കേസ് വന്ന് കാണാം. അങ്ങനെ പലർക്കും എതിരെ കേസ് വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ കേസ് വന്നതുകൊണ്ട് ഒരാൾ ഭക്തിയോടുകൂടി എവിടെയെങ്കിലും സമർപ്പിച്ച കാര്യങ്ങൾ വേണ്ടാന്ന് പറയാൻ കഴിയൂ? ഇപ്പൊ അനിൽ അംബാനിയുടെ ED ധാരാളം പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അനിൽ അംബാനി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊടുത്ത സാധനം കൊണ്ടുപോകട്ടെ എന്ന് കരുതാൻ കഴിയും? അങ്ങനെ നമുക്ക് കരുതാൻ കഴിയില്ല. അദ്ദേഹം തമാശയ്ക്ക് അല്ലെങ്കിൽ സരസമായി പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഒരു തരി സ്വർണം പോലും ദേവൻ അവകാശപ്പെട്ടതാണ്, ദേവനിൽ നിന്ന് കൊള്ളയടിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആ വിഷയത്തെ എക്സ്ട്രീംലി ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണണം. ആ സ്വർണം അയ്യപ്പന് വേണ്ട, പക്ഷെ അയ്യപ്പന്റെ വിശ്വാസികളായ നമുക്ക് അവിടെ ഇരിക്കുന്നത് കാണണം. ഇത് രാഹുൽ ഈശ്വറിന്റെ മാത്രം വാക്കുകളല്ല, ഇത് ദേവസ്വം ബോർഡിന്റെ ഹൈക്കോടതി വിധിന്യായത്തിൽ കോടതി എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് ആർക്കും തോന്നുന്ന അത്ഭുതവും ഭക്തിയും അവിടുത്തെ ഒരു പ്രത്യേക പോസിറ്റീവ് മെന്റാലിറ്റിയിലേക്ക് എത്തിക്കുന്നതാണ് ഈ സ്വർണം. അവിടെ എല്ലാവർക്കും ഇതറിയാം. അറിയാത്തവർക്ക് പോലും ബാക്കിയുള്ളവർ ഇത് പറഞ്ഞു കൊടുക്കും. നമ്മുടെ സുവർണക്ഷേത്രം, സിഖുകാർക്ക് സുവർണക്ഷേത്രമുണ്ട്. അവിടെയും ഗുരുനാനാക്കിനോ പരബ്രഹ്മത്തിനോ സ്വർണത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ സ്വർണ്ണ കുരിശു പള്ളിയിൽ ഉണ്ടാവുന്നത് സ്വർണത്തിലാണെങ്കിലും തങ്കത്തിലാണെങ്കിലും യേശുക്രിസ്തുവിന് വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. പക്ഷേ അത് നമ്മുടെ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ റിഫ്ലക്ഷൻ ആണ്. അതുകൊണ്ട് ആ വിഷയം വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. പക്ഷേ ഈ കഴിഞ്ഞ 6 വർഷവും ഇതിലിങ്ങനെ ഈ തിരിമറി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആർക്കും ബോധ്യമായിട്ടില്ല എന്നാണ് അല്ലേ? താങ്കളൊക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട് സജീവമായിട്ടുള്ള ആൾക്കാരാണ്. നേരെ തിരിച്ചാണ്. അത് കൃത്യമായിട്ട് ദേവസ്വം ബോർഡിലെ ആൾക്കാർക്ക് അറിയാം. ഇത് അല്ല ഒരു സെക്കൻഡ്, ഇത് രാഹുൽ ഈശ്വറിന്റെ അനുമാനമല്ല. ഹൈക്കോടതി വിധിയിൽ ഹൈക്കോടതി അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഹൈക്കോടതി വിധിയിൽ ഹൈക്കോടതി വളരെ എക്സ്പ്ലിസിറ്റ് ആയി ഏറ്റവും ഹയസ്റ്റ് ലെവൽ മുതലുള്ള ദേവസ്വം ബോർഡിലെ ഒഫീഷ്യൽസിന് ഈ കാര്യം അറിയാം എന്ന് ഹൈക്കോടതിയുടെ വിധിയിൽ പലതവണ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി 2, തന്ത്രിമാരെ കുറിച്ചൊരു തെറ്റിദ്ധാരണയാണ്. തന്ത്രി ക്ഷേത്രത്തിലെ ആചാര കാര്യങ്ങളിൽ, പൂജാ കാര്യങ്ങളിൽ മാത്രമാണ് അവസാന വാക്ക്. തന്ത്രിക്ക് ശബരിമലയിൽ മാത്രമല്ല ഏതൊരമ്പലത്തിലും ദേവന്റെ പിതൃസ്ഥാനീയനാണ്. തന്ത്രിക്ക് പൂജ, ആചാര കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അവിടെ മേടിക്കുന്ന ഒരു മൊട്ടുസൂചിയുടെ മേളിൽ പോലും തന്ത്രിക്ക് യാതൊരു അധികാരവും ഇല്ല. അതായത് ഒരു പ്രത്യേക പൂജയ്ക്ക് ഇന്ന പൂവ് വേണം എന്ന് ദേവസ്വം ബോർഡിനോട് പറയാനുള്ള റൈറ്റ് തന്ത്രിക്കുണ്ട്. ആ പൂവ് എവിടെ നിന്ന് മേടിക്കണമെന്നോ എങ്ങനെ കൊണ്ടുവരണമെന്നോ തുടങ്ങിയ കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. പക്ഷേ ഒരു സംശയം ചോദിച്ചോട്ടെ രാഹുൽ, ഇപ്പോൾ ഈ വാതിൽ മാറ്റണം എന്നുള്ള കാര്യം അത് തന്ത്രിയുടെ കൂടി സമ്മതത്തോടു കൂടിയല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ? മുഖ്യ ശ്രീകോവിലിന്റെ വാതിലാണല്ലോ, അതായത് അയ്യപ്പന്റെ കവചമാണത്.
അതെ, ഈ ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവര് തന്നെ വളരെ കൃത്യമായി അദ്ദേഹത്തോട് മുരാരി ബാബു അടക്കമുള്ളവർ അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയും അങ്ങോട്ട് എഴുത്തു കൊടുക്കുകയും ശേഷമാണ് അവർ താൻ തിരിച്ചു മറുപടി കൊടുത്തതെന്ന് വ്യക്തമായി പറയുന്നു. തന്ത്രിക്ക് ഈ കാര്യത്തിൽ എന്ത് കൾപ്പബിലിറ്റി ഉണ്ടാകാനാണ്? തന്ത്രി, മേൽശാന്തി, പൂജ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വമോ അറിവോ ഇല്ല. നേരെ തിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡിന്റെ ഒഫീഷ്യൽസോ ചെയ്തതല്ലേ. ഇനി ഹൈക്കോടതി വിധിയിലില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ പറയും ഇതൊരു ദുരൂഹമായ ഒരു വസ്തുത അവിടെ കിടക്കുകയാണ്. ഞാൻ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളിയെ കുറിച്ചല്ല പറയുന്നത്, വാതിലിന്റെ കാര്യം അത് കൂടുതൽ ദുരൂഹമാണല്ലോ. ഈ വാതിൽ അവിടെ മാറ്റിവെച്ചിട്ട് പഴയ വാതിൽ എവിടെ? ഇതൊന്നും ആർക്കും ഇപ്പോൾ ഞാൻ പറയും ഇപ്പോൾ ഈ തന്ത്രി നേരിട്ട് പഴയ വാതിൽ എവിടെയെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഒരു സംശയവും തോന്നില്ലേ ഇക്കാര്യത്തിൽ? എന്തിന് വാതിൽ മാറ്റി? ഈ പഴയ വാതിലിന് എന്തായിരുന്നു കുഴപ്പം? അത് ഇത്രയും എത്ര അളവെന്ന് ചിലപ്പോൾ അറിയില്ലായിരിക്കും. സ്വർണത്തിൽ പൊതിഞ്ഞതല്ലേ, പകരം കൊണ്ടുവച്ചത് വെറുതെ സ്വർണം പൂശിയ ഒന്നാണല്ലോ. ഇത് ഇങ്ങനെ ഒരു സംശയവും ഉണ്ടാവുകയില്ല എന്നാണ്. ഞാൻ മഞ്ജുഷിനോട് തിരിച്ചു ചോദിക്കാം. മഞ്ജുഷും ഞാനും അടക്കം ഞാൻ സംശയം ചോദിച്ചാണ്. അങ്ങനെയാണോ? അങ്ങനെയല്ല, എത്രയോ വർഷം ശബരിമല കവർ ചെയ്യുന്നതാണ്, മകരവിളക്കിലൊക്കെ സ്ഥിരം പോയി കവർ ചെയ്യുന്നതാണ്. നമുക്ക് സ്വർണം പതിച്ചതും സ്വർണം പ്ലേറ്റ് ചെയ്യുന്നതും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുമോ? ശബരിമലയെ സിമ്പിളായിട്ട് നടന്നിരിക്കുന്നത് എന്താ? ഉദാഹരണം, ദ്വാരപാലക ശില്പങ്ങളിൽ 1.5 കിലോഗ്രാം ഗോൾഡ് 24 ക്യാരറ്റ് തനി തങ്കം പതിച്ചിരുന്നു, അല്ലെങ്കിൽ പൊതിഞ്ഞിരുന്നു. ഇപ്പം മാറ്റി 361 ഗ്രാം സ്വർണ്ണ പ്ലേറ്റിംഗിലേക്ക് മാറ്റി. നമ്മുടെ വാതിലിൽ 2600 അല്ലെങ്കിൽ 2.5 കിലോഗ്രാം സ്വർണം ക്ലാഡിംഗ് ചെയ്തിരുന്നു. ആ ക്ലാഡിംഗ് ചെയ്ത് ഇപ്പം 361 ഗ്രാം 400 ചില്ലാൻ അടുപ്പിച്ചുള്ള ഗ്രാം ആക്കി. ഇത് നമുക്ക് കണ്ടാൽ എങ്ങനെ അറിയാൻ പറ്റും? അതായത് ഗോൾഡ് ക്ലാഡിങ്ങിനേക്കാൾ തിളക്കമുള്ള രീതിയിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്യാനും അതിൽ മഞ്ഞ കളർ കൂട്ടിയടിക്കാനും ഉള്ള ധാരാളം വസ്തുതകൾ ഇന്നുണ്ട്. അത് സെന്തിൽനാഥൻ അടക്കമുള്ളവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ ഭക്തർക്കോ തന്ത്രിക്കോ മേശാന്തിക്കോ എങ്ങനെ അറിയാൻ കഴിയും? ഇതൊരു പോളിസി ഡിസിഷൻ എടുക്കുന്നതല്ലേ. ആ പോളിസി ഡിസിഷനിൽ തന്ത്രി അന്ന് സമ്മതം മൂളിയാൽ മതി എന്നാണോ? അവരെടുത്തോട്ടെ, ഞാൻ സമ്മതം മൂളുന്നു, അത്രേ ഉള്ളൂ. തന്ത്രിക്ക് എന്ത് പോളിസി എനിക്കറിയില്ല, തന്ത്രിയുടെ റോൾ എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാത്രമാണെന്ന്. നേരെ തിരിച്ച് ഈ വാതിൽ കൊണ്ടുവെക്കുമ്പോൾ അതിനെ പവിത്രീകരിക്കാനും അല്ലെങ്കിൽ അതിന്റെ സമയം തുടങ്ങിയ കാര്യങ്ങൾ തന്ത്രിക്കാക്കാം. ഉദാഹരണം, പഴയ വാതിൽ എവിടെ വെക്കണമെന്ന് പോലും തന്ത്രിക്ക് പറയാൻ റൈറ്റുമില്ല, തന്ത്രി പറയാറുമില്ല. തന്ത്രി പറയാറുമില്ല. ഈ പഴയ അമ്പലങ്ങളിലെ പല വിഗ്രഹങ്ങളും, അതായത് ആ വിഗ്രഹങ്ങളുടെ ചൈതന്യം തിരിച്ചാവാഹിച്ചു കഴിഞ്ഞാൽ തന്ത്രിമാർ സൂക്ഷിക്കുന്നത് നഷ്ടപ്പെടാതിരിക്കാനാണ്. വാജിവാഹനം അടക്കമുള്ള കാര്യങ്ങൾ ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവര് തന്നെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോധപൂർവം തന്ത്രി അടക്കമുള്ള പലരെയും കൊണ്ടുവന്ന് ഫോക്കസ് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ ശ്രീ ബലദേവ് എടുത്ത നിലപാട് വളരെ സ്വാഗതാർഹമാണ്. ഈ ദേവസ്വം ബോർഡുകാരോടെല്ലാം വ്യക്തിപരമായ ബന്ധമുള്ളതും കുടുംബ സുഹൃത്തുക്കളുള്ളതും വർഷങ്ങളുടെ പരിചയമുള്ളവരാണ് ഞാനടക്കമുള്ള ഒരുപാട് പേർ. പക്ഷേ അവരെ ശക്തമായി കുറ്റക്കാരെന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ ഹൈക്കോടതി പറയുമ്പോൾ നമ്മൾ അവരെ തള്ളിക്കളയുകയും അവർ ചെയ്ത തെറ്റിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ആ വിടവിലൂടെ രക്ഷപ്പെടാൻ പലരും ശ്രമിക്കും. വളരെ കറക്റ്റാണ്. അവരെ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. കാരണം ദേവസ്വം ബോർഡ് ഭരണസമിതി തന്നെയാണ് ഇതിലെ പ്രാഥമിക കുറ്റക്കാർ. ഉദ്യോഗസ്ഥർ മാത്രമാണ്. ഉദ്യോഗസ്ഥരും ഭരണസമിതിയും തമ്മിലുള്ള ഒരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അവർ കുറ്റക്കാർ തന്നെയാണെന്ന്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആദ്യം തൊട്ട് പറയുന്ന വ്യക്തിയാണ് ഞാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബുവിനെ അടക്കം അറസ്റ്റ് ചെയ്യണം. ബാക്കി ആരെങ്കിലും വിചാരിച്ചാൽ, ഇൻക്ലൂഡിംഗ് തന്ത്രി, മേൽശാന്തി, നമ്മളോ ലോകത്തിൽ ആരെങ്കിലും വിചാരിച്ചാലും സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് മാത്രം എഴുതാൻ പറ്റൂ. ആ സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് മാത്രം എഴുതുന്നത് ദേവസ്വം ബോർഡിന്റെ പോളിസി ഡിസിഷൻ അല്ലേ? ആ ഡിസിഷന്റെ ഭാഗമായിട്ട് എതിർപ്പുണ്ടോ ഷാബു?